ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 1-ൻ്റെ റിമൈനിങ് പോർഷൻസ് ആണ്. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോണസ്റ്റ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഹോണസ്റ്റ്ലി അല്ലെ ഹോണസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ഹോണസ്റ്റ്ലി ഈ സ്പീക്കിംഗ് ദി ട്രൂത്ത്. ഓക്കെ, അപ്പം ഹോണസ്റ്റ് എന്ന ഒരു ടേം നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സൺ ആസ് എ പേഴ്സൺ എന്താണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് സ്പീക്കിംഗ് ദി ട്രൂത്ത്. സ്പീക്കിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് ആ സാഹചര്യത്തിനെ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ് ഹോണസ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് രണ്ട് രീതിയിലാവാം, ബി ഹോണസ്റ്റ് ആവാം, നോട്ട് ബീങ് ഹോണസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പം അതിൽ ബീ ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്. സോ ബീ ഹോണസ്റ്റ് മീൻസ് യു ആക്ട് ഇൻ എ വേ ദാറ്റ് യു നോ ഈസ് ദി റൈറ്റ് തിങ് ടു ഡു. ഓക്കെ, അപ്പം നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, ചെയ്യുക. അതാണ് ബീ ഹോണസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു കേസ് എന്ന് പറഞ്ഞാൽ നോട്ട് ബീ ഹോണസ്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പം അതിൻ്റെ 2-3 കേസസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം യു ആർ നോട്ട് ബീങ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് യു മേക്ക് അപ്പ് റൂമേഴ്സ് അബൌട്ട് സമ്മൺ ഓർ ഇഫ് യു ഷെയർ റൂമേഴ്സ് സമ്മൺ ഈസ് മെയ്ഡ് അപ്പ്. അതായത് നമ്മൾ ഹോണസ്റ്റ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്, നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് റൂമേഴ്സ് ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്നും പറഞ്ഞ് റൂമേഴ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വി ആർ നോട്ട് ബീങ് ഹോണസ്റ്റ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വി ആർ നോട്ട് ബീങ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡിനൈ യു ഡിഡ് സംതിങ് റോങ് വെൻ യു റിയലി ഡിഡ് ഇറ്റ്. അതായത് അത് നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ ആക്ച്വലി ചെയ്ത ഒരു കാര്യം, അതായത് റോങ് ആയിട്ട് ചെയ്ത ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അതായത് ചിലപ്പോൾ നമ്മളെ അത് ബാഡ്ലി അഫക്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളത് ചെയ്തില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റോങ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തില്ല എന്നും പറഞ്ഞ് ഡിനൈ ചെയ്യേണ്ട യാതൊരുവിധ കേസസും നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മളിത് ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ആസ് എ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പം, നമ്മളൊരു സൊസൈറ്റിയിലായിരിക്കുമ്പം എല്ലാം എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ്. അതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ ട്രൈ ടു ബി ഹോണസ്റ്റ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹോണസ്റ്റ്ലി മീൻസ് യു എക്സ്പ്ലെയിൻ ഹൗ എ സിറ്റുവേഷൻ റിയലി ഹാപ്പൻഡ്. ആക്ച്വലി ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് അവിടെ ആക്ച്വലി എന്ത് സംഭവിച്ചു എന്നാണ്, അതിനെ വേറൊരു രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹോണസ്റ്റ്ലി. ദെൻ നെക്സ്റ്റ് examples of what speaking the honest truth means. And the honesty means you don't say things about people that aren't true. ഓക്കെ, അപ്പം സെയിം തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ബി ഹോണസ്റ്റ് മീൻസ് യു അഡ്മിറ്റ് ടു യുവർ ആക്ഷൻസ് ഈവൻ ഇഫ് യു വിൽ ഗെറ്റ് ഇൻ ട്രബിൾ. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്താ എഗനിസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്കൊരു വാല്യൂ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകത്തുള്ളൂ. ഹോണസ്റ്റി മീൻസ് യു എക്സ്പ്ലെയിൻ ഹൗ എ സിറ്റുവേഷൻ റിയലി ഹാപ്പൻഡ്. ഓക്കെ, അപ്പം ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചത്. നമ്മളൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും, നമ്മളിപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങളോട് പല കാര്യങ്ങളും ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പറയും. ഇപ്പോഴേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ നമുക്ക് കുറേയൊക്കെ ആവാൻ പറ്റത്തുള്ളൂ, നല്ല പേഴ്സൺ ആവാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. സാഹചര്യത്തിനനുസരിച്ച് നല്ല രീതിയിൽ പോവുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. Okay, then honesty is a virtue and it is exhibited in 2 aspects. അപ്പം നമുക്ക് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ല വാല്യൂ ഉള്ള ഒരു ടേമാണ് ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 2 പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളത് വീണ്ടും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒന്ന് ട്രൂത്ത്ഫുൾനെസ്, സെക്കൻഡ് വൺ ട്രസ്റ്റ് വർത്തിനെസ്. ട്രൂത്ത്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ടു ഫേസ് ദ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൺ ടെല്ലിങ് ട്രൂത്ത്. അതായത് എന്ത് വന്നാലും കറക്റ്റായിട്ടുള്ള ട്രൂത്ത് പറഞ്ഞ് നമ്മൾ ആ ഒരു സാഹചര്യത്തിനെ ഫേസ് ചെയ്യുക,
അല്ലെ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതൊക്കെയാണ് ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. അതൊരു കേപ്പബിലിറ്റി മാത്രമാണ്. ഓക്കെ, അതായത് നമ്മൾ വളർന്നു വന്ന നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് ശീലിച്ചു വന്ന കുറേ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു കേപ്പബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കി തന്നെ വേണം ഓരോ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ. ഓക്കെ, അതായത് ട്രൂത്ത്ഫുൾനെസ് ഈസ് ടു ഫേസ് ദ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൺ ടെല്ലിങ് ദ ട്രൂത്ത് എന്നും പറഞ്ഞ് എപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ നോക്കാതെ വിളിച്ചു പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സോ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് പറയുക. ദെൻ ട്രസ്റ്റ് വർത്തിനെസ് ഈസ് മെയിൻറ്റെയിനിങ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ പേഴ്സണൽ പെർഫോമൻസ്. ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളൊരു പ്രൊഫഷൻ ആണ്, അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു ജോലി, ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് പേഴ്സണൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ പേഴ്സണലി നമ്മളിപ്പം ഫസ്റ്റ് ചെയ്യുന്ന ഫ്രഷറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ അതാ പറഞ്ഞ മെയിൻറ്റെയിനിങ് ഇൻറ്റഗ്രിറ്റി, അതോടൊപ്പം തന്നെ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ പേഴ്സണൽ പെർഫോമൻസ്. അപ്പം നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല, പക്ഷേ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ശീലിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഒരു ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ നമുക്കത് പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പാടാണ്, ബുദ്ധിമുട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി അല്ല ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഏത് സാഹചര്യമായിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിൽ നമ്മൾ ഒരു ടേം ഡിസ്കസ് ചെയ്തതാണ് ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കിംഗ് ദി ട്രൂത്ത്. അപ്പം ബി ഹോണസ്റ്റ് ആയിരിക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുക. അപ്പോൾ അത് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ അത് രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു, ട്രൂത്ത്ഫുൾനെസ്സും ട്രസ്റ്റ് വർത്തിനെസ്. അപ്പോൾ ആ ടേമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ലൈഫിൽ എപ്പോഴേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക, മാക്സിമം ഈ പറയുന്ന വാല്യൂസൊക്കെ കീപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് പീസ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞല്ലോ ഹോണസ്റ്റ് എന്നുള്ളൊരു ടേമിൻ്റെ കാര്യം. നമ്മൾ ഹോണസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ഒപ്പം തന്നെ പീസ്ഫുള്ളായിട്ട് നമ്മുടെ ഒപ്പം തന്നെ പോരും. ഓക്കെ, ടു ലീവ് പീസ്ഫുള്ളി വൺ ഷുഡ് ഇൻസ്റ്റാൾ പീസ് വിതിൻ. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പീസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സ്വയം പീസ്ഫുൾ ആണെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ളിരിക്കുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന സാഹചര്യം ഏതാണോ അവിടെ ഉള്ളിടത്തെല്ലാം ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സമാധാനപരമായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അതായത് സെൽഫായിട്ട് നമ്മൾ പീസ്ഫുൾ ആണെങ്കിൽ ഫാമിലിയിൽ അഫക്റ്റ് ചെയ്യും, നമ്മുടെ വർക്ക് സ്പേസിൽ അഫക്റ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ സൊസൈറ്റിയിലും നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് പീസ്ഫുൾ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് പീസ്ഫുൾ ലിവിങ്, കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളായിരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കൺഡ്യൂസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റുമായി അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക, എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാനസികമായിട്ട് ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ, വേറൊരു മാർഗ്ഗമില്ല. ഓക്കെ, അപ്പം നമ്മുടെ സാഹചര്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഫാമിലി ഒക്കെ അതോടൊപ്പം ഉണ്ടാകത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് അൺനെസസറി ഇൻ്റർഫിയറൻസ് ഓർ ഡിസ്റ്റർബൻസ് എക്സെപ്റ്റ് ആസ് ഗൈഡ്ലൈൻസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർഫിയറൻസ്, ഡിസ്റ്റർബൻസ് ഒക്കെ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്ത് വിടുക. ഹെൽത്തി ലേബർ റിലേഷൻസ് ആൻഡ് ഫാമിലി സിറ്റുവേഷൻസ്. അപ്പം നമ്മൾ
ഓർഗനൈസേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ട് പറയുമ്പം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സെക്യൂർഡ് ജോബ് ആൻഡ് മോട്ടിവേറ്റഡ് വിത്ത് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്സ് എക്സെട്ര. വേറെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോബ്, ദെൻ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ പീസ്ഫുള്ളാവും അല്ലേ, നമ്മുടെ ലൈഫ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അതോടൊപ്പം തന്നെ നമുക്ക് റെക്കഗ്നീഷൻ, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ റിവാർഡ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതിൽ കൂടിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ പീസ്ഫുള്ളാവും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ലിവിങ് പീസ്ഫുള്ളി, എങ്ങനെയൊക്കെ നമുക്ക് ശാന്തമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഏതൊരു സാഹചര്യമായാലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കറേജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സൊസൈറ്റിയിലായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലായാലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് കറേജ് എന്ന് പറയുന്നത്. കറേജ് ഈസ് ദ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻഡ് ഫേസ് റിസ്ക് ആൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ റാഷണൽ വേസ്. അപ്പം നമ്മൾ കറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻഡ് ഫേസ് റിസ്ക് ആണ്. നമ്മൾ റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യാനും ഫേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെ ഒരു ധൈര്യം എന്ന് തന്നെയാണ് ഇതിനും പറയുന്നത് അല്ലേ. ഫേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ റാഷണൽ വേസ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. അതിൻ്റെ കൂടെ കറേജിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ് ടു നറിഷ് യുവർ കറേജ്. എന്താണ് കറേജ് ഒപ്പം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ എന്താ പറയുക, ആസ് എ പേഴ്സൺ കറേജ് എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തായിരിക്കണം? സെൽഫ് കോൺഫിഡൻസും കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കറേജ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് റിസ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കറേജിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫിസിക്കൽ കറേജ്. അപ്പം ഫിസിക്കൽ കറേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻക്ലൂഡിങ് ദി മസിൽ പവർ. ഫിസിക്കൽ കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഫിസിക്കൽ സ്ട്രെങ്ത്, മസിൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ആരെയും എങ്ങനെയും ഫേസ് ചെയ്യാം മസിൽ പവർ കൊണ്ട് എന്നുള്ളതാണ് ഫിസിക്കൽ കറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ കറേജ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എബിലിറ്റീസാണ്. അതായത് ഇൻവോൾവ് സോഷ്യൽ കറേജിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻസ്, ആക്ഷൻസൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ സോഷ്യൽ കറേജ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ടു ചേഞ്ച് ദി ഓർഡേഴ്സ് ബേസ്ഡ് ഓൺ ദി കൺവിക്ഷൻ ഫോർ ഓർ എഗനിസ്റ്റ് സർട്ടൻ സോഷ്യൽ ബിഹേവിയേഴ്സ്. അപ്പം നമ്മൾ സൊസൈറ്റിയിൽ പല പല എന്താ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, എഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നമ്മളെന്താണ് സർട്ടൺ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് എടുക്കേണ്ടതായ സിറ്റുവേഷൻസ് വരും. ഇപ്പോൾ തന്നെ അറിയാം കോവിഡിൻ്റെ കേസസിലൊക്കെ എന്തൊക്കെ കേസസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ കറേജ് ആണ്. എംപതി ആൻഡ് സാക്രിഫൈസ് ആണ് ഇൻ്റലക്ച്വൽ. അപ്പോൾ ഇൻ്റലക്ച്വൽ കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും നമ്മുടെ പഠിത്തം റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യവും എല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണോ നമുക്ക് ഫേസ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ പഠിച്ചത് മാത്രമല്ല നമ്മളൊരു ജോലിയിൽ ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു ചേഞ്ചിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ കറേജ് എന്ന് പറയുന്ന ഒരു കേപ്പബിലിറ്റി നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ എന്താ പറയുക ഉണ്ടാവും. അതായത് ദ കറേജിയസ് പീപ്പിൾ ഓൺ ആൻഡ് ഹാവ് ദി ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒപ്പം ഉണ്ടാകുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പെർസീവറൻസ്, അതായത് സസ്റ്റെയിൻഡ് ഹാർഡ് വർക്ക്. അവർ അങ്ങനെയുള്ള ആൾക്കാർ ഒരു എന്തും ചെയ്യാൻ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർക്ക് അവർ ഒരു ഹാർഡ് വർക്ക് പീപ്പിളായിരിക്കും. അവർക്ക് ഏത് ജോലിയും എങ്ങനെ വേണേലും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. ദെൻ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് അല്ല അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള, അതായത് എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ പറയില്ല ത്രൂ എക്സ്പെരിമെൻറ്റ് നമ്മളത് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാതെ ചെയ്ത് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനല്ല. നമ്മൾ ചെയ്ത് നോക്കി അത് വരുന്ന പ്രോബ്ലംസും എല്ലാം
മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് കറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കമ്മിറ്റ്മെൻറ്റ്. അപ്പം നമുക്ക് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിങ് ടു ഗെറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് ടു റീച്ച് ദ ഡിസൈർഡ് ഗോൾസ് ബൈ എനി ഓൾട്ടർനേറ്റീവ് ബട്ട് എത്തിക്കൽ മീൻസ് എന്ന് പറയാം. കമ്മിറ്റ്മെൻറ്റ്, നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ അത് ഗോൾ അച്ചീവ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ എത്തിക്കൽ മെത്തേഡ്സ്, എത്തിക്കൽ നല്ല രീതിയിൽ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ധൈര്യങ്ങളൊക്കെ നമുക്ക് കറേജൊക്കെ നമ്മൾ ഉണ്ടാക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനുമായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകാൻ പറ്റും എന്നുള്ളതാണ് കറേജും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറേജ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ് അല്ലെ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ദ നെക്സ്റ്റ് വൺ കോപ്പറേഷൻ അതായത് ഒരു ടീം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ക്ലാസ്സിലൊരു നല്ലൊരു ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കോപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അതിന് നമ്മൾ വേറൊരു ടേം പറഞ്ഞാൽ ടീം സ്പിരിറ്റ്. നമ്മളിപ്പോൾ ഇതൊരു ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് എംപ്ലോയീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഒക്കെയാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ S4 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ കോപ്പറേഷൻ എന്നുള്ളൊരു ടേം അവിടെ ഉണ്ടാവത്തില്ല. സോ ഇറ്റ്സ് എ ടീം സ്പിരിറ്റ് പ്രസൻറ്റ് വിത്ത് എവരി ഇൻഡിവിജ്വൽ. നമ്മൾ ഇന്ന ക്ലാസ്സിലെ കുട്ടികളാണ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ, എല്ലാവരും സെയിം കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂടുതലായിട്ട് കിട്ടുന്നു. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള അതായത് എന്താ പറയുക, കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പഠിക്കുന്ന കാര്യമായാലും ഓർഗനൈസേഷൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. കോപ്പറേഷൻ ഈസ് ആക്ടിവിറ്റി ബിറ്റ്വീൻ ടു പേഴ്സൺസ് ഓർ സെക്ടേഴ്സ് ദാറ്റ് എയിംസ് അറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് ഓപ്പറേഷൻസ് വൈൽ നോട്ട് സാക്രിഫൈസിങ് ദ ഓട്ടോണമി ഓഫ് ഐദർ പാർട്ടി. ഇപ്പോൾ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാളെ നമ്മൾ ഹർട്ട് ചെയ്യുക അങ്ങനെയുള്ളതൊന്നുമല്ല, അവരെ ഹരാസ് ചെയ്യുക അങ്ങനെയുള്ളതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻസ്, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അല്ല പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് റിലേഷൻഷിപ്പ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. കോപ്പറേഷൻ പ്രൊമോട്ട്സ് കൊളീനറിറ്റി, കൊഹിറൻസ്, കോർഡിനേഷൻ ആൻഡ് ദ സിനർജി. കൊലീനറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ പറയുക, നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നു. കൊഹിറൻസും അതാണ്, ഒന്നിച്ചു പോവുക, ബ്ലെൻഡിങ്, നമ്മൾ എല്ലാവരും കൂടെ ഇൻട്രാക്ട് ചെയ്ത് പോവുക, കോർഡിനേഷൻ ആൻഡ് സിനർജി. ഈ എല്ലാ ടേമും ഈ കോപ്പറേഷൻ എന്നുള്ള ഒരു ടേമിൻ്റെ മീനിങ് തന്നെയാണ് വരുന്നത്. ദ ആബ്സെൻസ് ഓഫ് കോപ്പറേഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിസ്ഇൻഫർമേഷൻ. അപ്പം നമ്മൾ ഒരു പ്രോജക്റ്റ് ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കോപ്പറേഷൻ എന്നുള്ള ടേമും കൊണ്ട്. അതായത് വില്ലിങ്നെസ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, തിങ്ക് ആൻഡ് ആക്ട് ടുഗദർ ആൻഡ് പുട്ടിങ് ദീസ് ഇൻ ടു പ്രാക്ടീസ്. അതാണ് കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില്ലിങ്നെസ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, അതാണ് മെയിനായിട്ട് നമ്മൾ കോപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ് ആണ് അതിൻ്റെ ടേമിൽ. എന്താണ് കോപ്പറേഷൻ? അക്കോർഡിംഗ് ടു പ്രൊഫഷണൽ എത്തിക്സ്, കോപ്പറേഷൻ ഷുഡ് എക്സിസ്റ്റ് ഓർ ബി ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് സെവറൽ ലെവൽസ്. ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്, അതോടൊപ്പം തന്നെ ബിറ്റ്വീൻ ദി സൂപ്പർവൈസേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്, അതോടൊപ്പം തന്നെ എമംഗ് ദി കൊളീഗ്സ്, ബിറ്റ്വീൻ ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്, ആൻഡ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ നമുക്ക് കോപ്പറേഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ, ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടുള്ള പീപ്പിൾസ് തമ്മിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് ടൈപ്പ് ഓഫ് കോപ്പറേഷൻ ആണോ വേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. സോ അത് മാത്രമാണ് കോപ്പറേഷൻ. ഇറ്റ്സ് എ ടീം സ്പിരിറ്റ് വിത്ത് എവരി ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് ഒരു ടേമാണ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ. കമ്മിറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്താൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ പഠിത്തത്തോട് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥത ഉള്ളവരായിരിക്കുക. ഓക്കെ, പഠിച്ച് സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാതെ പാസ് ഔട്ടായിട്ട് നല്ലൊരു ജോബ് ഒപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എയിം. അപ്പം അത് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കമ്മിറ്റ്മെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കമ്മിറ്റ്മെൻറ്റ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. നമ്മളിതിപ്പം ടേം പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സബ്ജക്റ്റീവൊക്കെ പഠിച്ച് പാസ്സാവുക, ഒരു ജോലി കണ്ടുപിടിക്കുക, നേടുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലപോലെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ദെൻ ഓർഗനൈസേഷണൽ കേസസിൽ പറയുമ്പോൾ അറിയാലോ, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ്. പ്രോജക്റ്റിലൊക്കെ ആണെങ്കിൽ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുക. Then commitment means alignment to goals and adherence to ethical principles during the activities. Okay, അപ്പോൾ commitment means alignment to goals. Okay, adherence to ethical principles during the activities. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്താ പറയുക, ചെയ്യുക. അതോടൊപ്പം തന്നെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് 100% ഡെഡിക്കേഷൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, commitment helps maintain quality, attain production targets, decreasing complaints from team members, limited conflict between team members. Of course, നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ബിറ്റ്വീൻ ടീം മെമ്പേഴ്സ് കുറയ്ക്കാൻ പറ്റും, പിന്നെ ടീം മെമ്പേഴ്സ് കോൺഫ്ലിക്റ്റ് കുറയ്ക്കാൻ പറ്റും. കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ ഓരോ പ്രൊഫഷനോടും നമ്മൾ ചെയ്യേണ്ട നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ കാര്യങ്ങളോടും നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക എന്നാണ് പറയുക. ഓക്കെ, അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ഗോള് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ കമ്മിറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ടേം ഈസ് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എംപതി ഈസ് എ സോഷ്യൽ റഡാർ എന്ന് പറയും. എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. സെൻസിങ് വാട്ട് അതേഴ്സ് ഫീൽ അബൌട്ട് വിത്തൗട്ട് ദെയർ ഓപ്പൺ ടോക്ക് ഈസ് എ സെൻസ് ഓഫ് എംപതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് പോയിൻ്റ് ഓഫ് വ്യൂവിലും കൺസിഡർ ചെയ്യാം. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, സൊസൈറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. ഏത് രീതിയിലുള്ളതായാലും മറ്റുള്ളവർ നമ്മൾ ഒരാളെ കാണുമ്പം അവർ ഒത്തിരി ഒന്നും സംസാരിക്കാതെ തന്നെ അവരുടെ സാഹചര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടായിരിക്കുക. സോ ദാറ്റ്സ് എ എസെൻസ് ഓഫ് എംപതി. സെൻസിങ് വാട്ട് അതേഴ്സ് ഫീൽ അബൌട്ട് വിത്തൗട്ട് ദെയർ ഓപ്പൺ ടോക്ക് ഈസ് ദ എസെൻസ് ഓഫ് എംപതി. അതോടൊപ്പം തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഇമാജിനേറ്റീവ് പ്രൊജക്ഷൻ ഇൻ ടു അതേഴ്സ് ഫീലിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സച്ച് ആസ് പാരൻറ്റേജ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്, എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് അസോസിയേഷൻ. നിങ്ങളോട് എപ്പോഴും ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പം പഠിക്കുവാണ്, നമുക്കറിയാം നമ്മളെല്ലാവരും വീട്ടിലിരുന്നൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ ലിമിറ്റേഷൻസും പ്രോബ്ലംസും എല്ലാം ഉണ്ട്. എന്നാലും നിങ്ങളോട് നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു കുട്ടികളാണ്, അതിപ്പോൾ ഒരു ഷെയിം ആയിട്ടാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫോക്കസ് ചെയ്യും, അത് വെച്ച് നിങ്ങളെ ഹരാസ് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്യും, അത് ഞങ്ങളുടെ മാർക്കിൽ അഫക്റ്റ് ചെയ്യുമോ, ഇങ്ങനെയുള്ള കുറേ അധികം ഫീലിങ്സ് ഉണ്ടാകും. അങ്ങനല്ല, ഇന്നത്തെ ലൈഫിൽ ഞാൻ കുറേ ടേംസ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അത് നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. നമ്മളിൽ ഇൻബിൽറ്റായിട്ട് നമ്മുടെ ചുറ്റുവട്ടം സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതാരും പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇഷ്യൂസ് ഇപ്പം നിങ്ങളെ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടാണ്. നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ടുള്ളൊരു ഇൻറ്റിമസി അങ്ങനെ ഇല്ല. നിങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പോയതാണ്. എന്നാലും ആരെങ്കിലുമായിട്ടുള്ളൊരു സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് കമ്മിറ്റിക്ക് ശേഷമൊക്കെ പറഞ്ഞിരുന്നു. സോ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കുറേയൊക്കെ നമ്മുടെ മൈൻഡ് ഫ്രീ ആവാൻ നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മുടെ ഫീലിംഗ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിലാക്സേഷൻ, നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻസ്ഡ് ആയിട്ടിരുന്ന നമ്മുടെ കംപ്ലീറ്റ് ബോഡി ഫുൾ പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലർ അവൈലബിൾ ആണ്, അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും ടീച്ചേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നു സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫാമിലി, ഞാൻ പറഞ്ഞല്ലോ കുറേ ടേംസ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാം. അപ്പം ഫാമിലി, പേരൻസുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഒക്കെ നമുക്ക് മാനസികമായിട്ടും നമുക്ക് ചിലപ്പം ഇപ്പോൾ ജോബില്ലാതെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഷെയർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് എക്കണോമിക് സിറ്റുവേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ
ടീച്ചേഴ്സുമായിട്ട് ചിലപ്പം നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ലേ പോലും നമുക്കൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എംപതി എന്ന് പറയുന്ന ടേം ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ഓഫ് കോഴ്സ് നമ്മൾ എംപതി എന്ന് പറയുന്നത് എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്താണ്? ഗുഡ് ഹ്യൂമൻ റിലേഷൻസിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ടു പ്രാക്ടീസ് എംപതി എ ലീഡർ. അപ്പം നമ്മളിനി ഇതിപ്പം ഞാൻ ജസ്റ്റ് പേഴ്സണലി നിങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ടു പ്രാക്ടീസ് എംപതി എ ലീഡർ മസ്റ്റ് ഹാവ് ഓർ ഡെവലപ്പ് ഇൻ ഹിം ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, സർവീസ് ഓറിയൻറ്റേഷൻ, ഡെവലപ്പിംഗ് അതേഴ്സ്. അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം നിങ്ങളുടെ ടീച്ചറാണ്, നിങ്ങൾ സ്റ്റുഡൻസാണ്, അപ്പം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഫീലിങ്സോ, ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ബോറടിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായി. ചുമ്മാ സംസാരിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ അത് മാറും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, എംപതി എന്നുള്ളൊരു ടേം. ഓക്കെ, അപ്പം എംപതി ബിഗിൻസ് വിത്ത് ഷോവിങ് കൺസേൺ ആൻഡ് ദെൻ ഒബ്റ്റെയിനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ് ഫ്രം അതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ടീച്ചേഴ്സിനുണ്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തേത്. സോ അപ്പോൾ ആ സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലാക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങളും കൂടെ കാണിക്കണം. സോ ബെനിഫിറ്റ്സ് ഓഫ് എംപതി ഇൻക്ലൂഡ്സ് ഗുഡ് കസ്റ്റമർ റിലേഷൻസ്, ഹാർമോണിയസ് ലേബർ റിലേഷൻസ്, ഗുഡ് വെൻഡർ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ്. ഇത് ഓർഗനൈസേഷൻ, കമ്പനി റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പം ഈ എംപതിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന, അല്ല നിങ്ങളുടെ പേരൻസ് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല വേറൊരാൾ സംസാരിക്കുന്നത്, അവർക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം, നമ്മുടെ ഫീലിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യക്തി മാത്രമാണ്. ഓക്കെ, പക്ഷേ എന്താ പറയുക, വേറൊരു രീതിയിൽ അതൊരു ട്രീറ്റ്മെൻറ്റോ അങ്ങനെ മാനസികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഒരു രീതിയിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തേർഡ് പേഴ്സൺ, നമ്മുടെ ഫീലിംഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തേർഡ് പേഴ്സൺ മാത്രമാണ് കൗൺസിലർ. അപ്പം നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസ്, ഫീലിങ്സ്, ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കത് ഷെയർ ചെയ്യാം, ഓപ്പൺ ചെയ്യാം, നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈ സെൽഫ് കോൺഫിഡൻസ്. അതായത് പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്, ഇറ്റ്സ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെയർ ഇൻ ദി ഇൻഡിവിജ്വൽ ഹാസ് സം പോസിറ്റീവ് ആൻഡ് റിയലിസ്റ്റിക് വ്യൂ ഓഫ് ഹിംസെൽഫ് വിത്ത് റെസ്പെക്ട് ടു ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വൺ ഗെറ്റ്സ് ഇൻവോൾവ്. നമ്മൾ എന്ത് കാര്യം, ഇപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവാം. It's a positive attitude. The people with the self-confidence exhibit courage to get into action and unshakable faith in their abilities, whatever may be their positions. അതാണ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ മാത്രമല്ല ഈ കോഴ്സ് ഇപ്പോൾ പഠിക്കുന്നത്, എന്നേക്കാൾ മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാർ പാസ് ഔട്ടായി പഠിച്ചു പോയതാണ്. സോ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? ഞാൻ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ മനസ്സിൽ ഞാൻ ട്രൈ ചെയ്താൽ ഇതും എനിക്ക് പറ്റും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. ദ സെൽഫ് കോൺഫിഡൻസ് ഈസ് ഇൻ എ പേഴ്സൺ ഡെവലപ്സ് എ സെൻസ് ഓഫ് പാർട്ണർഷിപ്പ്, റെസ്പെക്റ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ദെൻ ദ പീപ്പിൾ വിത്ത് സെൽഫ് കോൺഫിഡൻസ് ഹാവ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? സെൽഫ് അഷ്വേർഡ് സ്റ്റാൻഡിങ്. അതാണിപ്പം ഞാൻ പറഞ്ഞത്. വില്ലിങ് ടു ലിസൺ, ടു ലേൺ ഫ്രം അതേഴ്സ് ആൻഡ് അഡോപ്റ്റ്, ഫ്രാങ്ക് ടു സ്പീക്ക് ദി ട്രൂത്ത് and respect others' efforts and give due credit. Frank to speak truth എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് വേണം പറയാൻ. ഓക്കെ, പിന്നെ willing to listen, to learn from others and adopt. സെൽഫ് അഷ്വേർഡ് സ്റ്റാൻഡിങ് ആണ് നമ്മൾ ഏറ്റവും മെയിനായിട്ടുള്ള ക്വാളിറ്റി. ഓക്കെ, സോഴ്സസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും? ഹെറിഡിറ്ററി, നമ്മുടെ പേരൻസിൽ നിന്ന്, ഫ്രണ്ട്ഷിപ്പ്, influence of superiors, role models, training in the organization, self-talk and SWOT analysis. Okay. The next one, social expectation. Social expectations are ideas that how someone in our social surroundings will behave in the future or in a specific situation. അപ്പോൾ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ നമ്മളെക്കുറിച്ച് സൊസൈറ്റിയിൽ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലേ? നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്സ് ഉള്ള നൈബേഴ്സ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. സോ അപ്പം അവിടെ നിന്നുള്ള അപ്പോൾ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളെക്കുറിച്ച് സൊസൈറ്റിയിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം വെൻ വി ജനറേറ്റ് ആൻ ഇംപ്രഷൻ ഓഫ് സമ്മൺ, ദീസ് എക്സ്പെക്റ്റേഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദി ഇമേജ് വി ജനറേറ്റ്. അതുപോലെ തന്നെ മറ്റുള്ളവരെയും അല്ലേ, മറ്റുള്ളവരെക്കുറിച്ചും നമ്മളെങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നായിരിക്കും കിട്ടുന്നത്. നമ്മളെക്കുറിച്ചും ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചും ഉണ്ടാവും. This helps us imagine how we have to behave or act around them and to predict their behavior. അപ്പം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവില്ല, അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദാറ്റ് ഈസ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഓൾ അറൗണ്ട് നമ്മുടെ മോഡ്യൂൾ 1 നമ്മൾ കുറേ ടേംസ്, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രാവർത്തികമാക്കേണ്ട കുറേ ടേംസ്, കുറേ വാല്യൂസ്, കീപ്പ് ചെയ്യേണ്ട എന്തൊക്കെ മൊറാലിറ്റീസ്, നമ്മളെങ്ങനെയൊക്കെ ആയിരിക്കണം, നമ്മുടെ എത്തിക്കൽ ലൈഫിന് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് 100% അല്ല നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. എന്നാലും നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറേ ടേംസാണ്. സോ ഹോണസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറഞ്ഞ് നമുക്ക് എപ്പോഴും 100% അല്ല, പക്ഷേ ബി ഹോണസ്റ്റ്. നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് നീതി പുലർത്തുക, ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കമ്മിറ്റ്മെൻറ്റ്, കോപ്പറേഷൻ, പിന്നെന്താ കറേജ്, സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യാത്ത കുറേ ടേംസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഉള്ള ജനറേഷനിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ സ്വയം നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്, അത് മതി. പക്ഷേ നമ്മളും കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ കുറേയൊക്കെ നമ്മൾ മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കേപ്പബിലിറ്റി, ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.